ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനത്തിലും കപ്പൽവേധ മിസൈൽ സാങ്കേതികവിദ്യയിലും നിർണായകമായ ചുവടുവെപ്പുമായി ഭാരതം. പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കിയതോടെ ലോകത്തെ അതിശക്തമായ പ്രതിരോധ സംവിധാനങ്ങളുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഭാരതം കൂടി ഇടം പിടിച്ചു. നേട്ടത്തിൽ DRDOയെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ശത്രു മിസൈലുകളെ അന്തരീക്ഷത്തിൽ വെച്ച് തകർക്കാൻ കഴിയുന്ന മൾട്ടി ലെയേർഡ് ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനം ഒഡീഷ തീരത്ത് DRDO വിജയകരമായി പരീക്ഷിച്ചു. 2 ദിവസത്തിനിടെ 3 തുടർച്ചയായ മിസൈൽ പരീക്ഷണങ്ങളാണ് DRDO അടുത്തിടെ പൂർത്തിയാക്കിയത്. വ്യത്യസ്ത ഉയരങ്ങളിലും പരിധികളിലും പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ പ്രതിരോധ സംവിധാനത്തിലൂടെ രാജ്യത്തേക്ക് കടന്നുവരുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും അവയെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർക്കാനുമുള്ള ശേഷിയാണ് തെളിയിക്കപ്പെട്ടത്. ഇത്തരമൊരു സംവിധാനം ശത്രുക്കളുടെ മിസൈലുകൾ നമ്മുടെ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇല്ലാതാക്കാൻ സാധിക്കുന്ന തരത്തിലായിരിക്കും. ഈ പരീക്ഷണങ്ങളോടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളെ വരെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ കവചമുള്ള ലോകത്തിലെ മുൻനിര രാജ്യങ്ങളുടെ പട്ടികയിൽ ഭാരതവും ഇടം പിടിച്ചിരിക്കുകയാണെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചു. ആധുനിക സംഘർഷങ്ങളിൽ പരമ്പരാഗതവും ആണവ പേലോഡുകളും വഹിക്കാൻ കഴിവുള്ള ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ കൂടുതലായി ഉൾപ്പെടുന്നതിനാൽ ഈ കഴിവ് തന്ത്രപരമായി പ്രധാനമാണ്. ഈ പുതിയ സംവിധാനം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ഭാരതത്തിന്റെ സമുദ്ര സുരക്ഷയും പ്രതിരോധശേഷിയും കൂടുതൽ ശക്തമാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രതിരോധ മേഖലയിലെ ഉൽപാദനത്തിൽ സ്വയം പര്യാപ്തത നേടാനുള്ള സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് കരുത്ത് പകരുന്നതാണ് DRDO കൈവരിച്ച ഈ മുന്നേറ്റം. വിദേശ സൈനിക സാങ്കേതിക വിദ്യകളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാർ ശ്രമങ്ങളുടെ ഫലം കൂടിയാണിത്. ഇതിനു പുറമെ ഇടത്തരം ദൂരപരിധിയിലുള്ള കപ്പൽവേധ മിസൈലിന്റെ ആദ്യ പരീക്ഷണവും വിജയകരമായി പൂർത്തിയാക്കി. ജനം, ഡൽഹി.